ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ലേയേർഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. ഒപ്പമുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്, വനില ഫ്ലേവറാണ്. പിന്നെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്, മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്, റൂം ടെമ്പറേച്ചറിലുള്ളതാണ്, മെൽറ്റ് ചെയ്തതാണ്. പിന്നെ 2 ഗാലക്സിയുടെ ചോക്ലേറ്റ് ബാറും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഓറിയോ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. ക്രീമോടുകൂടി തന്നെയാണ് പൊടിച്ചെടുക്കുന്നത്. നല്ല പൗഡർ ആകുന്നത് വരെ പൊടിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് മിക്സിയിൽ കറക്കുമ്പോഴത്തേക്ക് പൊടിച്ചെടുക്കും. ഇത് നന്നായി പൗഡറായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയർ ഉണ്ടാക്കാം. അതിനായി നമ്മൾ പൊടിച്ചെടുത്ത ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പൗഡറിൽ നിന്ന് ഒരു 3-4 ടീസ്പൂൺ എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ബട്ടറും കൂടി മിക്സ് ചെയ്യാം, നന്നായി മിക്സ് ചെയ്യാം. അതാണ് നമ്മുടെ പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയർ. അപ്പോൾ ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വെറുതെ പൊടിച്ചിട്ടാലും മതി. അതിനുശേഷം നമ്മൾ സെറ്റ് ചെയ്യുന്ന പുഡിങ് പാത്രത്തിലേക്കോ ട്രെയിലേക്കോ ഏതിലാണെന്ന് വെച്ചാൽ അതിലേക്ക് നമ്മുടെ ഈ ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ ബൗളാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു 3 ബൗളിലേക്ക് ഞാനിവിടെ മാറ്റുന്നുണ്ട്. ഞാനൊരു ഡിസ്പോസിബിൾ മോഡൽ ബൗളാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വിപ്പിംഗ് ക്രീം നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് നല്ല കട്ടിയുള്ള ക്രീമാക്കി മാറ്റാം. ഒരു ഫുൾ സ്പീഡിൽ ഒരു 5 മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നല്ല ക്രീം ടെക്സ്ചറായിട്ട് വരും. ഇപ്പോൾ ഇത് നന്നായി ക്രീമായിട്ട് വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണിത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. ഈദിനായാലും പാർട്ടികളിലായാലും ഒക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത്. അപ്പോൾ നമ്മുടെ ക്രീം നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബിസ്ക്കറ്റ് പൗഡർ ഇതിലേക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ പുഡിങ്ങിൻ്റെ സെക്കൻഡ് ലെയർ. നമ്മൾ ഈ പുഡിങ്ങിൽ ചൈന ഗ്രാസോ അല്ലെങ്കിൽ വേറെ ഒന്നും ചേർക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു പുഡിങ്ങാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച സെറ്റ് ചെയ്ത് വെച്ച ഓറിയോ മിക്സിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം സെക്കൻഡ് ലെയറായിട്ട്. അങ്ങനെ എല്ലാം നല്ല ഫൈനായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂറോളം വെക്കാം. ഞാനിപ്പോൾ ഒരു റാപ്പ് ചെയ്തിട്ട് പ്ലാസ്റ്റിക് റാപ്പ് ചെയ്തിട്ടാണ് വെക്കുന്നത്, പുറത്തുള്ള വെള്ളമൊന്നും ആവാതിരിക്കാൻ. ഇപ്പോൾ അങ്ങനെ 3 ബൗളിലും ആക്കി വെച്ചിട്ടുണ്ട്. ഇനി തേർഡ് ലെയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചോക്ലേറ്റ്, ഗാലക്സിയുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാം. ഒന്ന് ഡബിൾ ബോയിൽ ചെയ്താൽ മതി. നിങ്ങൾക്ക് കുക്കിംഗ് ചോക്ലേറ്റോ ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഗാലക്സി എടുത്തതേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച പുഡിങ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3ാമത്തെ ലെയർ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. നല്ല തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ നന്നായി മൊത്തത്തിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നുകൂടി ഒരു 10 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ 10 മിനിറ്റിന് ശേഷം ഞാനിത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായി സെറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. 3 ലെയറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ടേസ്റ്റ് ചെയ്തിട്ട് ഒന്ന് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.